Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജാർ കേക്കിന്റെ വീഡിയോ ആയിട്ടാണ്. ഇതിലെടുത്തിട്ടുള്ളത് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് ആണ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്ക് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരച്ചെടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇതിലേക്ക് ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മുട്ടയാണ്. അത് തണുപ്പില്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും ഒരു 1/4 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണൂടെ അധികത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഞാൻ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പരന്നിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കനത്തിലല്ല ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാതെയും ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് റെസിപ്പീസ് ഓവൻ ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ട്രേ ഓവൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയർ ബബിൾസ് പോകാനായിട്ട്. ഈ ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 12-13 മിനിറ്റാണ് എൻ്റെ ഈ ഓവനിൽ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഓവൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് 13 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്. ഇത് ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ജാറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ കേക്കെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള 2 ജാർ എടുത്തിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ജാറ് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഷുഗർ സിറപ്പ് കൊണ്ട് കേക്കെല്ലാം ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഒരു പീസ് കേക്ക് ഇതുപോലെ എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് കൊണ്ടൊക്കെ നനച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കേക്ക് വെച്ച് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫില്ലിംഗ് ഒക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. ചെറി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു സ്റ്റാറിൻ്റെ നോസിൽ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് വേണമെന്നില്ല. അല്ലാതെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണമെങ്കിലും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് നിറച്ചിട്ട് എടുക്കുന്നില്ല. ഇത്രയും മാത്രം മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കേക്കിൻ്റെ പൊടിയും കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ജാറ് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചെറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ മുകളിലും കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ പീസ് ഷുഗർ സിറപ്പ് കൊണ്ട് നനച്ചിട്ട് ഉടനെ തന്നെ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ ചെറിയ പീസല്ലേ ഈ കുപ്പിയിലേക്ക് വെക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ജാറും ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയും ചോക്ലേറ്റിൻ്റെ സിറപ്പും അതുപോലെ കുറച്ച് കേക്കിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജാർ കേക്കാണ്. ഇത് ഞാൻ ഒന്ന് തണുപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇത് പുറത്ത് കൊടുക്കാനൊന്നുമല്ല, അപ്പം നമ്മൾ വീട്ടിലേക്ക് തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.